ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നാട്ടിൻപുറത്തെ കൃഷിക്കാഴ്ചകളിൽ സമ്മിശ്ര കൃഷിയെ പറ്റിയുള്ളതാണ്. ഇന്നത്തെ സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത് കപ്പയ്ക്കിടയിൽ വെള്ളരി കൃഷിയാണ്. കപ്പ വളർന്നു വരുമ്പോഴത്തേനും ഈ വെള്ളരി നന്നായിട്ട് പടർന്ന് കായുണ്ടാവും. അപ്പം കപ്പയ്ക്കിടയിലെ പുല്ല് പറിക്കുന്ന പരിപാടി ഒഴിവാക്കുകയും ചെയ്യാം. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ വെള്ളരിയിൽ നിന്നൊരു നല്ല വരുമാനവും കിട്ടും. കപ്പ വളർന്ന് അതിൻ്റെ ഇല അങ്ങ് വായിച്ചു വരുന്ന സമയം കൊണ്ട് ഈ വെള്ളരി പടർന്ന് വെള്ളരി കായൊക്കെ ഉണ്ടായി വെള്ളരിയുടെ അത് കഴിയുകയും ചെയ്യും. അപ്പോൾ രണ്ട് കാര്യമാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. ഒന്ന്, നമുക്ക് ഇരട്ടി നമുക്ക് വിളവ് കിട്ടും. കപ്പയുടെ വിളവും കിട്ടും, വെള്ളരിയിൽ നിന്നും വിളവ് കിട്ടും. അതുപോലെ തന്നെ കപ്പയ്ക്ക് നമ്മൾ പുല്ല് പറിക്കുന്നോ അല്ലെ കളനാശിനി അടിക്കുന്നോ ഒക്കെയുള്ള ആ ഒരു ചിലവ് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ വെള്ളരിക്ക് നമ്മൾ വളമൊക്കെ ഇടുന്നതുകൊണ്ട് വെള്ളരിയുടെ വളം കൂടി കപ്പ എടുത്തിട്ട് കപ്പയ്ക്ക് നല്ല വിളവ് കിട്ടുകയും ചെയ്യും. ഇതിന് വേണ്ട കാര്യങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഈ നമ്മൾ നടാൻ പോകുന്ന സ്ഥലം എല്ലാം കളച്ച് എല്ലാം റെഡിയാക്കി ഇടുക. എന്നിട്ട് നമ്മൾ കപ്പയുടെ ഈ ഉമ്പിൽ വെട്ടുക. എന്നിട്ട് നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള 4 കപ്പയ്ക്കിടയിൽ ഒരു വെള്ളരിയുടെ തട എടുക്കാം. അപ്പോൾ അതിനോട് ചേർന്നുള്ള അടുത്ത ഇടയിൽ ചെയ്യേണ്ട ഒന്നിടവിട്ട സ്ഥലങ്ങളിൽ വെള്ളരിയുടെ തടമെടുത്ത് വെള്ളരി നമ്മൾ ആദ്യമേ അതിൻ്റെ കുരുകുത്തുക. അത് കിളുത്തൊരു 10-20 ദിവസം 18-20 ദിവസം ആകുമ്പോഴത്തേനും നമുക്ക് കപ്പയുടെ ഈ കമ്പൂടെ നമുക്ക് നടാം. ആ എടുത്തിട്ടിരിക്കുന്ന ഊമ്പലിൽ കപ്പയുടെ കമ്പ് നടാം. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ഈ കപ്പയുടെ കമ്പ് കിളുത്ത് ഒരുമാതിരി മോളി വരുന്ന സമയം കൊണ്ട് ഈ വെള്ളരി നന്നായിട്ടങ്ങ് പടർന്ന് പന്തലിച്ച് നിലത്തോട് പടർന്ന് നിറയെ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇങ്ങനെ കായായിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് വിളവിൽ ഡബിൾ വിളവും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഈ കപ്പയുടെ ഇടയിലുണ്ടാകുന്ന കളകളൊന്നും കയറത്തുമില്ല. അപ്പോൾ അങ്ങനെ കള പറിക്കാനുള്ള അല്ലെങ്കിൽ കൂലിയോ അല്ലെങ്കിൽ നമുക്ക് കളനാശിനി അടിക്കാനുള്ള പൈസയോ നമുക്ക് അങ്ങനെ ലാഭിക്കുകയും ചെയ്യാം. അപ്പോൾ ഇരട്ടി വിളവും നമ്മൾ ചിലവിൽ ലാഭമാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. നമ്മളീ കാണുന്ന ഈ ഒരു കൃഷി എന്ന് പറയുന്നത് വെമ്പള്ളി വയല പാടശേഖരത്തെയാണ്. പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ശ്രീ മാത്യു കുര്യൻ്റെ കൃഷിയുടെ കാഴ്ചകളാണ് നമ്മളീ കാണുന്നത്. ശ്രീ മാത്യു കുര്യന് വാഴയ്ക്കിടയിൽ വെണ്ട, അതുപോലെ തന്നെ വാഴയ്ക്കിടയിൽ തണ്ണിമത്തൻ, അങ്ങനെ പല കൃഷികൾ ചെയ്ത് സമ്മിശ്ര കൃഷിയുടെ ഒരു ആശാനാണ്. 2024 കാണക്കാരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബെസ്റ്റ് സമ്മിശ്ര കർഷകൻ എന്നുള്ള അവാർഡ് അദ്ദേഹത്തിനാണ് കിട്ടിയത്. അദ്ദേഹം 365 ദിവസവും ഈ ഏത്തവാഴ വിളവെടുക്കുന്ന ഒരാളാണ്. 2-3 ഏക്കർ സ്ഥലത്ത് ഇപ്പം പുള്ളി കൃഷി ചെയ്തു വരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സമ്മിശ്ര ഈ ഒരു കൃഷിയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇങ്ങനത്തെ ഇപ്പോൾ ഇവിടെ ഈ മൂലയ്ക്കായിട്ട് 1-2 തടം വെള്ളരി ഇടാതിരുന്നാണ്. ബാക്കി സ്ഥലത്തൊക്കെ വെള്ളരി ഉണ്ട്. വെള്ളരി ഇപ്പം പടർന്ന് നല്ല കായായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കപ്പ വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ സമ്മിശ്ര കൃഷിക്കാഴ്ചകളായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.